ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കാണുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്ററോ ബട്ടറോ ഒന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഞാൻ നേരത്തെ തന്നെ, അതായത് 1 മണിക്കൂറിന് മുന്നേ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് നല്ല തിളച്ച ചൂടുവെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഈ ഒരു നുറുക്ക് ഗോതമ്പ് നമ്മൾ കുതിരാനായിട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ചെറിയൊരു ഗോതമ്പിൻ്റെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയൊരു ആ നുറുക്ക് ഗോതമ്പിൻ്റെ തരിതരിപ്പ് ഉണ്ടാവും, അതങ്ങ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ആ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള പാലൊഴിച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടും, അപ്പോൾ ആ ഒരു ഗോതമ്പൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ കുറുകി കിട്ടും. അപ്പോൾ ഇത്രയും കുറുകിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വാനില എസൻസും കൊക്കോ പൗഡറും ചേർത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. കാരണം ഈ ചൂടോടുകൂടി നമുക്ക് ക്രീം ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലവർ ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഫ്ലവറൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ക്രീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഡാൽഡ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാൽഡ മതി, വേണമെന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഡാൽഡയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മെൽറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഒരല്പം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് കട്ടിയാവണ്ട. എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലും ചെയ്യാം. മിക്സിയുടെ ജാറിൽ ചെയ്താൽ ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നല്ല പീക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 മിനിറ്റ് ഫ്രീസറിലോട്ട് മാറ്റാം, കുറച്ചും കൂടെ ഒന്ന് സെറ്റായി കിട്ടാനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായി കിട്ടിയത്, ഒരുപാട് സെറ്റായിട്ടില്ല, ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്സിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി അതല്ല, ബീറ്റർ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വിസ്കിലോ സ്പൂണിലോ ഫോർക്കിലോ എന്തിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ, നല്ല പീക്സ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ തണുക്കാൻ വെച്ചല്ലോ, ആ ഒരു കൂട്ട് ഇതിലോട്ട് അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഈ ഒരു കൂട്ട് നമുക്ക് അല്പമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ബീറ്റായിട്ട് കിട്ടുകയില്ല. ഒരുപാട് സമയം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യണം. അപ്പോൾ അതല്ല, അല്പമായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിനൊരു ഈസി ആയിട്ട് നമുക്കൊരു മെത്തേഡ് ചെയ്യാം. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഡാൽഡയുടെ ക്രീമും ആ ചോക്ലേറ്റും ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രീസറിലോട്ട് മാറ്റണം. അപ്പോൾ അതിനുശേഷം നമുക്കിനി നോക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട്. ഇനി ഒന്ന് സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയാവും. അല്ലാണ്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാതെ ചെയ്യുവാണെങ്കിൽ ഒരല്പം കൂടെ സമയം എടുക്കും ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റൊക്കെ ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക, നല്ലൊരു പെർഫെക്റ്റ് പീക്സ് ആയിട്ട്. പിന്നെ അതുമാത്രമല്ല, ഇത് പെട്ടെന്ന് ഇങ്ങനെ വിട്ടു പോരുകയൊന്നുമില്ല, നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരുന്നോളും.
പിന്നെ ഈ ഒരു ക്രീം നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്തതെന്നൊന്നും ഇത് കഴിക്കുന്നവരൊന്നും പറയില്ല. കാരണം ആ നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു ടേസ്റ്റും തന്നെ ഈ ഒരു ക്രീമിന് ഉണ്ടാവില്ല. ഈ ഒരു പ്രത്യേകിച്ച് നല്ല സാധാരണ നമ്മളെ ഈ ഒരു വിപ്പിംഗ് ക്രീം, ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം എങ്ങനെയിരിക്കും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു ക്രീമും. അപ്പോൾ ഈ ഒരു ക്രീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനൊക്കെ വരയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ റോസ് ഫ്ലവറോ ലീഫോ ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഫ്ലവർ വരച്ചേക്കുന്നത് നമ്മുടെ ഹോം മെയ്ഡ് നോസിലും ഹോം മെയ്ഡ് പൈപ്പിംഗ് ബാഗും വെച്ചിട്ടാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് മേളിൽ കൊടുക്കാം, പിന്നെ എൻഡ് സ്ക്രീനിൽ ലാസ്റ്റ് വീഡിയോയുടെ എൻഡും കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതേ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ് ഈ ഒരു ക്രീം ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നും നമുക്കൊരു അൺബോക്സിംഗ് ഉണ്ട്. അപ്പോൾ സാഷ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് അയച്ച് തന്നിട്ടുള്ളത്. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 7 ഹിജാബാണ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ സാഷ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും. കാരണം എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. സാധാരണ ഈ ഒരു കളേഴ്സൊക്കെ നമുക്ക് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ അതല്ല, ആ സ്റ്റോറിലുള്ള എല്ലാ കളേഴ്സും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന കളേഴ്സിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് കിട്ടാത്ത കളേഴ്സാണ്. പിന്നെ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. വിത്ത് റീസണബിൾ പ്രൈസിലാണ് അവർ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹെവി ഷിഫോൺ മെറ്റീരിയൽ, ക്രിങ്കിൾഡ് കോട്ടൺ, പ്ലീറ്റഡ് ഷിഫോൺ. അപ്പോൾ ഈ മെറ്റീരിയൽസാണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോർ വിസിറ്റ് ചെയ്യുക. സാഷ് എന്ന് പറയുന്ന ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സേഫായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഹിജാബ്സിൻ്റെ ന്യൂ മോഡൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കേക്കിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും അത് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.